എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ജോഹന്നാസ്ബർഗിൽ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, സുരക്ഷ, നിർണായക ധാതുക്കൾ, വ്യാപാരം, നിക്ഷേപം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയുൾപ്പെടെ നിരവധി മേഖലകളിലെ സഹകരണത്തിലെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. G20 നേതാക്കളുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കുവാൻ ദക്ഷിണാഫ്രിക്കയിലെത്തിയതിന് തൊട്ടുപിന്നാലെയാണ് ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്. ഇതിനു പുറമെ സാമ്പത്തിക സഹകരണ കരാർ വേഗത്തിലാക്കുന്നതിനും ലക്ഷ്യമിടുന്നുണ്ട്. കൂടാതെ വിദ്യാഭ്യാസം, സാംസ്കാരിക കൈമാറ്റങ്ങൾ തുടങ്ങിയ മറ്റ് മേഖലകളിലെ സഹകരണ സാധ്യതകളും ചർച്ചാ വിഷയമായി. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് ഫിന കാറ്റഗറി 3 സിസ്റ്റത്തിലേക്ക് മാറിയതോടെ ഡാർവിനിൽ സ്ഥിതിഗതികൾ സങ്കീർണമാകുന്നു. തീവ്ര മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചതോടെ ഡാർവിൻ വിമാനത്താവളവും സൂപ്പർ മാർക്കറ്റുകളും അടച്ചുപൂട്ടി. മണിക്കൂറിൽ 150 കിലോമീറ്റർ വേഗതയിലും 205 കിലോമീറ്റർ വേഗതയിലും കാറ്റ് വീശുവാനുള്ള സാധ്യതയാണുള്ളത്. നോർത്തേൺ ടെറിട്ടറി തീരത്ത് കാറ്റിന്റെ സ്വാധീനം കൂടുതലായിരിക്കുമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നൂറുകണക്കിന് മില്ലിമീറ്റർ മഴ, പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം, വിനാശകരമായ കാറ്റ് എന്നിവ കൊടുങ്കാറ്റിന്റെ ഭാഗമായി എത്തുമെന്ന് ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി മുന്നറിയിപ്പ് നൽകി. വിദേശകാര്യമന്ത്രി പെനി വോങ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. 16th ഓസ്ട്രേലിയയുടെ ഫോറിൻ മിനിസ്റ്റേഴ്സ് ഫ്രെയിംവർക്ക് ഡയലോഗിൽ പങ്കെടുക്കുവാനായി വോങ് ബുധനാഴ്ചയാണ് ഡൽഹിയിലെത്തിയത്. ആഗോള പ്രാദേശിക വികസനങ്ങൾ ഉൾക്കൊള്ളുന്ന ചർച്ചകൾക്കൊപ്പം പങ്കാളിത്തത്തിന്റെ വിവിധ വശങ്ങളും നേതാക്കൾ ചർച്ച നടത്തി. സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം, വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ബഹിരാകാശം, വിദ്യാഭ്യാസം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയുൾപ്പെടെ വിവിധ വശങ്ങളും മുൻഗണനകളും ചർച്ചയിൽ ഇരുവരും വിശദമായി പരിശോധിച്ചതായി ഇന്ത്യ അറിയിച്ചു. 1 വയസ്സ് പ്രായമായ കുഞ്ഞിനെ കിടത്തിയിരുന്ന കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്നും മോഷ്ടിച്ച പ്രതിയെ പോലീസ് പിടികൂടി. ഇന്നലെ ഉച്ചകഴിഞ്ഞ് സെൻട്രൽ ഷെപ്പാർട്ടണിൽ നിന്നാണ് 32 വയസ്സുള്ള പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മോട്ടോർ വാഹന മോഷണം, അശ്രദ്ധമായ പെരുമാറ്റം, ഗുരുതരമായ പരിക്കേൽപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ഷെപ്പാർട്ടൺ സൂപ്പർ മാർക്കറ്റ് പാർക്കിൽ നിന്നാണ് 15 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കിടത്തിയിരുന്ന വാഹനം പ്രതി മോഷ്ടിച്ചത്. കുട്ടിയുടെ മാതാവ് കുഞ്ഞിനെ പിൻസീറ്റിലാക്കി പുറത്തിറങ്ങിയതിന് പിന്നാലെയായിരുന്നു മോഷണശ്രമം. മോഷണശ്രമത്തിനിടെ കാറിൽ കുഞ്ഞുണ്ടെന്ന് മനസ്സിലാക്കിയ മോഷ്ടാവ് പാർക്കിംഗിലെ കാർഡ്ബോർഡിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ച് വാഹനവുമായി കടന്നു കളയുകയായിരുന്നു. മലയാളി ഡോക്ടേഴ്സ് ഓഫ് വിക്ടോറിയയുടെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ സംഗീത പരിപാടി ചിന്ന ചിന്ന ആസയെ കാണികൾക്ക് മികച്ച അനുഭവം ഒരുക്കി. പ്രശസ്ത ഗായിക മിൻമിനി നയിച്ച മ്യൂസിക്കൽ ആൻഡ് ഡാൻസ് കോൺസേർട്ടായിരുന്നു പരിപാടിയുടെ പ്രധാന ആകർഷണം. മെൽബൺ വില്യംസ് ടൗൺ ഹാളിൽ ശനിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ 9:30 വരെയായിരുന്നു പ്രോഗ്രാം. മിൻമിനിക്ക് പുറമെ പരിപാടിയിൽ മറ്റ് പ്രഗത്ഭ ഗായകന്മാരും പങ്കെടുത്തു. ചാരിറ്റി ഫണ്ട് റൈസ് എന്ന നിലയ്ക്ക് സംഘടിപ്പിച്ച പരിപാടി അരങ്ങേറിയത് നിറഞ്ഞ സദസ്സിലായിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഏഷ്യ പസഫിക് ഭദ്രാസനത്തിന്റെ 1ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഭാധീശൻ ബെസാലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ ഓസ്ട്രേലിയയിലെത്തി. സിഡ്നി റീജിയനിലും ഭദ്രാസന സ്ഥാനമായ കാൻബറയിലുമാണ് പ്രധാന ചടങ്ങുകളും സന്ദർശനവും നടക്കുക. ഓസ്ട്രേലിയയിലെ വിവിധ രാഷ്ട്രീയ സാമുദായിക സഭാ നേതാക്കളുമായി കാത്തോലിക്ക ബാവ കൂടിക്കാഴ്ച നടത്തും. ഇന്ന് ഭദ്രാസന രൂപീകരണ വാർഷിക സമ്മേളനവും വിവിധ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടക്കും. 23-ന് സിഡ്നി സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ഇടവകയിൽ പരിശുദ്ധ കാത്തോലിക്ക ബാവ വിശുദ്ധ ബലിയർപ്പിക്കും. ഇതിനുശേഷം ആർമേനിയൻ ആർച്ച് ബിഷപ്പുമായി കൂടിക്കാഴ്ചയും ക്രമീകരിച്ചിട്ടുണ്ട്. ആഷസ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ അനായാസം ജയിച്ചു കയറിയ ഓസീസ്. ഇംഗ്ലണ്ട് ഉയർത്തിയ 205 റൺസ് വിജയലക്ഷ്യം 2 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഓസ്ട്രേലിയ മറികടന്നു. ട്രാവിസ് ഹെഡിന്റെ വെടിക്കെട്ട് സെഞ്ചുറിയാണ് ടീമിനെ അനായാസം ലക്ഷ്യത്തിലെത്തിച്ചത്. ജയത്തോടെ 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ ഓസീസ് മുന്നിലെത്തി. ഇംഗ്ലണ്ട് ഉയർത്തിയ 205 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ ഓസീസിന്റേത് മികച്ച തുടക്കമായിരുന്നു. ട്രാവിസ് ഹെഡും അരങ്ങേറ്റക്കാരൻ ജേക്ക് വെദാൾഡും ടീമിനെ 10ാം ഓവറിൽ തന്നെ 50 കടത്തിയിരുന്നു. 83 പന്തിൽ 123 റൺസ് അടിച്ച ഹെഡ് 16 ഫോറുകളും 4 സിക്സറുകളുമാണ് എടുത്തത്.
കേരള തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞതോടെ ജനവിധി തേടുന്നത് 98,451 സ്ഥാനാർത്ഥികൾ. 2,261 പത്രികകളാണ് തള്ളിയത്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം തള്ളിയത് 527 പത്രികകളാണ്. കോട്ടയത്ത് 401ഉം എറണാകുളത്ത് 348 പത്രികകളും തള്ളി. PV അൻവറിനെതിരായ അന്വേഷണം പുരോഗമിക്കുന്നതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 2016-ൽ 14.38 കോടിയായിരുന്നു PV അൻവറിന്റെ ആസ്തി. 2021-ൽ 66.14 കോടിയായി വർദ്ധിച്ചു. ആസ്തി വർധനവ് എങ്ങനെ എന്നതിന് PV അൻവറിന് കൃത്യമായ വിശദീകരണമില്ല. ബിനാമി ഉടമസ്ഥതയെ സംബന്ധിച്ചും ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതിലും പ്രാഥമിക തെളിവുകൾ ലഭിച്ചെന്നും ED വ്യക്തമാക്കി. വാർത്താക്കുറിപ്പിലാണ് വിശദീകരണം. കാക്കനാട് ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയെ പീഡിപ്പിച്ചെന്ന് പരാതി. 14-കാരിയായ മാനസിക പീഡനം നേരിടുന്ന ഇതര സംസ്ഥാനക്കാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നാണ് പരാതി. പരാതിയിൽ ശിശു സംരക്ഷണ കേന്ദ്രത്തിലെ ജീവനക്കാർക്കെതിരെ പോസ്കോ കേസെടുത്തിട്ടുണ്ട്. ഡ്യൂട്ടിക്കിടെ മലയാളി സൈനികന് വീരമൃത്യു. സുബേദാർ സജീഷ് കെ ആണ് വീരമൃത്യു വരിച്ചത്. പെട്രോളിംഗിനിടെ ജമ്മുവിലെ പുഞ്ചിലെ സൂരൻകോട്ടിൽ കൊക്കയിലേക്ക് വീണാണ് മരണം. മലപ്പുറം ചെറുകുന്ന് സ്വദേശിയാണ്. ഇന്നലെയാണ് അപകടം നടന്നത്. ഭൌതിക ശരീരം ഇന്ന് പുലർച്ചെയോടെ നാട്ടിലെത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.